ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്നത്തെ ദിവസം എനിക്ക് ക്ലീനിങ് ദിവസമാണ്. അപ്പം ഇന്നൊരു വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പം മോസ്റ്റ്ലി വ്യാഴാഴ്ച അല്ല ക്ലീനിങ്, അങ്ങനെ എനിക്ക് ഇന്ന ദിവസം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് 2 ദിവസം കൂടുമ്പം ഞാൻ തുടയ്ക്കും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ അടിച്ച് കളയാറുണ്ട്, കാരണം ഇവിടുന്ന് ഭയങ്കര പൊടിയാണ് ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസം അടിച്ചു വരാറുണ്ട്. തുടയ്ക്കുന്നത് 2-3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ മോപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് ഓർത്തു ഇന്ന് നമുക്കൊരു വ്ളോഗാക്കി എടുക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകും അല്ലേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ കൺഫ്യൂഷൻ ഇപ്പോൾ എവിടെ തുടങ്ങണമെന്നാണ്. കാരണം റൂമിൽ നിന്ന് തുടങ്ങണോ അതോ ബാൽക്കണിയിൽ തുടങ്ങണോ എന്ന്. പക്ഷേ ബാൽക്കണി ഇപ്പോൾ ഭയങ്കര ഔട്ട്സൈഡ് ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഓർത്തു നമുക്ക് റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം, എന്നിട്ട് നമുക്ക് ബാൽക്കണി പോകും. കാരണം അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ ഓർത്തു റൂമിൽ തുടങ്ങാമെന്ന്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ക്ലീനിങ്ങും ഓർഗനൈസേഷനും എല്ലാം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അതിലോട്ട്. ഇത് സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അധികം സമയം ഇതിനു വേണ്ടി ചിലവാക്കണ്ട. പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീട് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം അധികം എടുക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചൺ ഏരിയ ഒന്ന് വൃത്തിയാക്കാമെന്ന് ഓർത്തു. അപ്പോൾ കുറേ പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കഴുകി വെച്ചത്. അപ്പോൾ അതൊക്കെ എടുത്ത് കബോർഡ്സിൽ വയ്ക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ കുറച്ച് ഫ്രീ സ്പേസ് കിട്ടും. പിന്നെ നമുക്ക് കിച്ചൺ ഏരിയ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാമെന്ന് ഓർത്തു. അപ്പം ആദ്യം അത് ചെയ്യാണ്. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും വാവച്ച് വേറെ സൈഡിൽ നിന്ന് ഇങ്ങനെ ടോയ്സൊക്കെ എടുത്ത് നിരത്തിയിടും. എത്ര ക്ലീൻ ആക്കിയാലും വാവച്ചിട്ട് ടോയ്സ് ആയിരിക്കും ബെഡിലും എല്ലാ സ്ഥലത്തും കാണുക. ഇനി ഇത് കിച്ചൺ ഏരിയ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. എന്നും ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കും. പക്ഷേ നമ്മൾ ഈ ബാൽക്കണിയൊക്കെ തുറക്കുമല്ലോ, അപ്പോൾ ഇടയ്ക്ക് തുറക്കുമ്പം അവിടെ നിന്ന് ഡസ്റ്റ് ഉള്ളിലോട്ട് വരും. ബാൽക്കണി തുറന്നില്ലെങ്കിൽ ഇത് ഗ്ലാസ് ഡോറിൻ്റെ എവിടെയൊക്കെയോ വഴി പൊടിയൊക്കെ ഉള്ളോട്ട് കയറും. എന്നും ഡീപ്പ് ക്ലീനിങ് ഞാൻ പോകാറില്ല, അതായത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഫുള്ള് കിച്ചൺ കബോർഡ്സും മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചൺ സൈഡ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി കേട്ടോ. ഇവിടെയൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ സാധനം കൂടെ ക്ലീൻ ആക്കാനുണ്ട്. ഇനി ഇത് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ ഇത് വാവച്ചിട്ട് ടോയ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം എല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ട് പോകും. പിന്നെ കളിക്കാൻ നേരത്തെ ഒരു ടോയ്സും കാണത്തില്ല. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ടോയ്സൊക്കെ എടുത്ത് നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ ഡ്രസ്സിങ് ടേബിൾ ഒന്ന് ക്ലീൻ ആക്കണം. ഇവിടെ പിന്നെ അധികം പൊടി കാണത്തില്ല, കാരണം ബാൽക്കണിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ അധികം പൊടിയില്ല കേട്ടോ. അങ്ങനെ ഈ ഏരിയ അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാവച്ചിട്ട് ടോയ്സാണ് ഇനി ശരിയാക്കാനുള്ളത്. ടോയ്സും കുറേ സംഭവങ്ങളുണ്ട്. വാവച്ചി എന്ത് ചെയ്യാ? വാവച്ചി ക്ലീൻ ആക്കുവാണോ? ആഹാ, നമുക്ക് ടോയ്സ് എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ ഓക്കെ. ഇത് വാവച്ചി അമ്മയുടെ ഫ്രെയിം ഇത് പിടിച്ച് വാവച്ചിയുടെ കാർഡ്സ് ഒക്കെ എടുത്തിട്ടെ നോക്ക്. കളിച്ചിട്ട് പകുതി കാർഡ്സ് അവിടെ ഇടും, എന്നിട്ട് പിന്നെ കാണണ്ടാവും. എന്നിട്ട് സെറ്റിനകത്ത് കാർഡ്സ് വാവച്ചിക്ക് ഇങ്ങനെ എൻ്റെ കൂടെ ക്ലീനാക്കാൻ വരുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാനും അവളെ പ്രോത്സാഹിപ്പിക്കും. കാരണം വാവച്ചി ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഈ ഒരു ഹാബിറ്റ് ഇങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ക്ലീൻ ആക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ വാവച്ചി എൻ്റെ കൂടെ വന്ന് നിൽക്കും. ഈ വീട്ടിലെ ഏറ്റവും പാടുള്ള പണി എനിക്ക് തോന്നുന്നത് ടോയ്സ് സെഗ്രിഗേറ്റ് ചെയ്യാനാണ് കേട്ടോ. കാരണം ഏതൊക്കെ ടോയ്സ് ഞാൻ സെഗ്രിഗേറ്റ് എപ്പോൾ കൊടുത്താലും പിന്നെയും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്നിച്ച് കൂടും. എനിക്ക് തോന്നുന്നത് എല്ലാ പിള്ളേരും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് ഇത് ഗ്ലാസ് ഡോർ, ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യും കേട്ടോ ഇവിടെ ഗ്ലാസ് ഡോറ്. കാരണം ഭയങ്കര പൊടിയായിരിക്കും ഇവിടെ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയൊരു ഫ്ലാറ്റ് പണിയുന്നുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ മണൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് കൂടുതലും പൊടി ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ വരുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. ഇനി നേരെ ഫ്ലോറൊന്നും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് തുടയ്ക്കുവാണെങ്കിലും എൻ്റെ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. ഫൈനലി നമ്മളിതാ ബെഡ് കവറൊക്കെ ഇട്ടു, ബെഡ്ഷീറ്റൊക്കെ ഇട്ടു, പില്ലോ കവറൊക്കെ മാറ്റി. ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലോട്ട് പോവാം. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയിട്ടും നമ്മുടെ വെയിൽ കുറഞ്ഞിട്ടില്ല. എപ്പോഴും ഞാൻ ബാൽക്കണി ക്ലീൻ ആക്കുമ്പം ഒരു ഈവനിങ് സമയത്തായിരിക്കും ചെയ്യാൻ മോസ്റ്റ്ലി നോക്കുക. കാരണം നല്ല തലവേദന കിട്ടും എനിക്ക്. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിൽ കൊണ്ടാൽ മതി, അപ്പോൾ തലവേദന വരും. അതുകൊണ്ട് മാക്സിമം ഈവനിങ് ആയിരിക്കും ശ്രമിക്കുക. അപ്പം ഞാൻ ഓർക്കും ഈ പുറത്ത് പണി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഭയങ്കര കഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് ബാൽക്കണി ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരുന്നേ ഉള്ളൂ. 2 ദിവസം മുന്നെയാണ് ബാൽക്കണി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടത്. ഇങ്ങനെ വീടൊക്കെ ക്ലീനാക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. എനിക്ക് കുക്കിംഗ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അത് ഞാൻ മടുക്കത്തില്ല. ഞാൻ എത്ര ക്ലീൻ ചെയ്താലും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നിനക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആഴ്ചയിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, നമുക്ക് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഡിന്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇനി അതാണ് പരിപാടി. ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കുക്ക് ചെയ്യാൻ നേരത്തെ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് തല പുകച്ചാലും ഒരു സമയം കളയണ്ട. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കുക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ തുടയ്ക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പെട്ടെന്നെല്ലാം എന്താ പറയുക ചെയ്ത് തീർക്കണം എന്നോർത്ത ധൃതിയിൽ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 6 മണിയാകാറായി. അപ്പോൾ സ്നാക്സ് കഴിക്കാൻ നമ്മൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ വാവച്ചിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അതും മാത്രം വിട്ടുപോയി. അപ്പം നമുക്കിപ്പോൾ സ്നാക്സ് വാവച്ചിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.